ഇതേ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. ഇത് നമ്മുടെ അച്ചുവിൻ്റെ വണ്ടി, പെട്രോൾ വണ്ടിയാണ്. കുളപ്പനായിട്ട് പണിതിട്ടിരിക്കുന്ന വണ്ടിയാണ്. കണ്ട മോഡലൊക്കെ 2009 മോഡൽ വണ്ടിയാണ്. വണ്ടീൻ്റെ കിടപ്പ് കണ്ട നല്ല രസമല്ലേ കാണാൻ. ഫ്ലെക്സിങ് വർക്കൊക്കെ തന്നെ എഴുതിയ. പിന്നെ ഉള്ള ഫസ്റ്റ് സെക്കൻഡ് വണ്ടിയും രണ്ടും CNG ആണ്. ഒരു CNG ഇവിടെ, ഒരു CNG ഇവിടെ. ബീച്ചിൽ നിന്ന് എനിക്കൊരു മാളിയൊക്കെ ഒരു ഓട്ടം കിട്ടി. സ്റ്റാൻഡിൽ നിന്നല്ല, കാലിക്കെടുത്തോണ്ട് പോയപ്പോൾ ഒരു ഓട്ടം കിട്ടി. കൗട്ടയല്ല, അവിടെ അപ്പുറത്തെ സ്റ്റാൻഡ് വണ്ടിയില്ലായിരുന്നു. അല്ല അതാ കഴിയുണ്ട് 41 ഫില്ലർ നമ്പറിൻ്റെ അവിടെ നിന്നാണ്. 41 ഫില്ലർ നമ്പർ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് അറിയുമോ? നമ്മുടെ കടപ്രാശത്തിലെ സ്റ്റാൻഡിൻ്റെ പരിധിയിൽ വരും. ആ വളവൻ്റെ ഇവിടുന്ന് ഓട്ടം കിട്ടി. കപ്പലമ്മ കപ്പലണ്ടി അടിക്കുന്നെങ്കിൽ നടക്കട്ടെ അല്ലേ? അല്ലേ കുക്കു? കുക്കുവിന് എന്താണ് പറയാനുള്ളത്? അതെ, കപ്പലണ്ടി അടിച്ചിരിക്കാം. അതെ, ഓട്ടോ ഇല്ല, ഓട്ടം ഭയങ്കര കുറവാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ പോയിരുന്നു? കുറച്ച് നാളായിട്ട് വീഡിയോയിലൊന്നും കാണുന്നില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പുറം പണികൾ ഒത്തിരി ഉണ്ടായിരുന്നു. അതിൻ്റെ ആയിട്ടുള്ള തിരക്കിലായിരുന്നു. ഓരോ ജില്ലയിൽ നിന്ന് ഓരോ ജില്ലയിലോട്ടുള്ള പോക്കും വരവായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള തിരക്കുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷ വിശേഷങ്ങളൊന്നും നമുക്ക് ഇടാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ കുട്ടി ഡീസൽ കൊടുത്ത കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇതിനു മുമ്പ് ഒരു CNG വണ്ടിയാണ് ഓടിക്കൊണ്ടിരുന്നത്. പകരത്തിന് ഒരാളിൽ നിന്ന് മേടിച്ചാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി. പിന്നെ പകരത്തിന് മേടിച്ചാണ്. ഇത് CNG തന്നെയാണ്. CNG. നമുക്ക് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോയായിട്ടൊന്ന് ഓടിയിട്ട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തായാലും ഇട്ട് പോകും. ഇപ്പോൾ സമയം ഏകദേശം എത്രയായിട്ട് എന്താ ഓടെ സമയം ഇതിനകത്തൊക്കെ പറയാം. 2:41 ഉച്ചയായപ്പോഴാണ് ഓടെ ഇറങ്ങുന്നതിന്. ഇപ്പോൾ രാവിലെ എനിക്കൊരു ചെറിയൊരു വർക്കുണ്ടായിരുന്നു. നമ്മുടെ ആനവാലിൻ്റെ അകത്ത് ഒരു ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വിശേഷങ്ങൾ നമുക്ക് എന്തായാലും കാണിച്ച് പോകും. ഇന്നത്തെ വിശേഷങ്ങളും ഓട്ടോവിൻ്റെ പറ്റിയുള്ള വിശേഷങ്ങളും എല്ലാം കാണിച്ചു പോകും. ഓക്കെ. ഈ വണ്ടി ഓടുന്ന ആൾ ട്രാവലറിൻ്റെ ഓട്ടം പോയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വണ്ടിയിലേക്ക് അത്യാവശ്യം ഓടാതെ കിടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല മണ്ണാണ് ഫ്രണ്ടിലും പുറകിലും എല്ലാം. അത്യാവശ്യം നല്ല മണ്ണുണ്ട്. അതെല്ലാം നമുക്ക് തട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഓട്ടോയായിട്ട് ഇറങ്ങാം. പിന്നെ അതേപോലെ തന്നെ ഈ ഓട്ടോറിക്ഷ മറ്റേ CNG പോലെയല്ല ഞാൻ ഇതിനു മുമ്പ് ഓടിയത്. ഇത് ടൗൺ പെർമിറ്റുള്ള ഓട്ടോറിക്ഷയാണ്. കണ്ടാ ഇനി വീഡിയോ എടുക്കുന്ന ആളത് അടുത്തോട്ടൊന്ന് വന്നേ. ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് കാണിച്ചു തരാം. കണ്ടില്ല, ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം മണ്ണൊക്കെ ഉണ്ട്. നമുക്കതെല്ലാം കൊട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഓട്ടത്തിനിറങ്ങാം. എന്താണെന്ന് വെച്ചാൽ മഴക്കാറ് വരാൻ ചാൻസ് വളരെ കൂടുതൽ. അന്തരീക്ഷം ഇച്ചിരി മങ്ങി നിൽക്കുവാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണും വെള്ളമായിട്ട് പിടിച്ചാൽ ഒരുമാതിരി ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് നമുക്ക് കൈയോടെ തന്നെ മണ്ണൊക്കെ കൊട്ടിക്കളയാം. താക്കോൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. താക്കോൽ സ്റ്റാർട്ടാക്കിയിട്ട് എപ്പോഴും നമ്മൾ പറയാം. മറ്റേ വണ്ടി ഓടിച്ചപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, നേരെ CNG എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് പെട്രോളിൻ്റെ ഓപ്ഷൻ ആക്കുക. ന്യൂട്രൽ പോയിന്റ് അതിനുള്ള ലൈറ്റ് എല്ലാം കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് വണ്ടി പുറത്തോട്ട് ഇറക്കിയിട്ട് കുറച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ പയ്യെ CNG ഓപ്ഷനിലോട്ട് നിൽക്കാം. ആ സ്വിച്ച് തന്നെ മേലെ വെക്കുന്ന CNG ഓപ്ഷനാണ്. ഇപ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ വണ്ടിക്ക് റിവേഴ്സ് ട്യൂണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വണ്ടിക്ക്. റിവേഴ്സ് എടുക്കാം. നേരെ പോകുന്ന മാളിമുക്കിലോട്ടാണ് പോകുന്നത്. മാളിമുക്ക് സ്റ്റാൻഡിലോട്ടല്ല നമ്മൾ പോകുന്നത്. അവിടെ ഒരാൾക്ക് ചെട്ടി പൈസ കൊടുക്കാനുണ്ടായിരുന്നു. 5000 രൂപ ടിപ്പ് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പം എൻ്റെ വീടിൻ്റെ അവിടെ ഒരു കയറ്റമാണ്. ആ കയറ്റം ഒന്ന് കയറട്ടെ. ട്രാക്കിൽ കയറ്റത്തിൽ നിന്നാണ് പിന്നെ നമ്മുടെ നല്ല റോഡിലോട്ട് കയറിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ CNG വണ്ടി ഓടിച്ചിട്ട് നമ്മുടെ ഡീസൽ വണ്ടി ഓടിച്ചിട്ടും ഡീസൽ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ CNG വണ്ടി പക്കായ. നമുക്ക് ഡീസൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ അത്രയും വലിവ് ഫീൽ ആകത്തില്ല. പക്ഷെ എന്നാലും ഓടിക്ക് സൈലൻറ്റും കാര്യങ്ങളും വണ്ടി മൊത്തത്തിലുള്ള അന്തരീക്ഷം കൊള്ളാം വണ്ടിയിൽ. സ്റ്റാൻഡിലെത്തി നമ്മുടെ പാലച്ചോട് സ്റ്റാൻഡിലോട്ട്. നമുക്ക് എന്തായാലും വണ്ടീൻ്റെ വിശേഷങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ. വണ്ടി ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് സെക്കൻഡ് കയറ്റി ഇടാം. ഇല്ലേ ആളില്ലേ? ഒരു വണ്ടി കൂടെ ഉണ്ട്. ആളില്ലെന്ന് തോന്നുന്നു. നമുക്ക് കയറ്റി എന്തായാലും. ക്യാമറ താഴെപ്പോയാ കറക്റ്റ് പോയിന്റ് പിടിച്ചെടുക്കുന്നുണ്ട്. 2 സൈഡിൽ നിന്ന് കാണിച്ചു തരാം ഞാൻ. ഈ സൈഡിൻ്റെ പോയിന്റ് കണ്ടോ? കുറച്ചും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങിപ്പോകും.
അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വണ്ടി അവിടെ പിടിച്ച് നിർത്തണം. ഇനി ഈ സൈഡിൽ മുട്ടാതെ ഈ ഓട്ടോൻ്റെ ഇത്രയും ഗ്യാപ്പുകൾ എടുത്ത്. ഫസ്റ്റ് വണ്ടി ചെറിയൊരു വണ്ടിയാണ്, സെക്കൻഡ് വണ്ടിയാണ് ഞാൻ. നമുക്കെന്തായാലും ഇവിടുന്ന് വെയിറ്റ് ചെയ്യാം, ഇവിടെ നമുക്ക് ഓട്ടം തുടങ്ങാം. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് ഓട്ടം കിട്ടുന്നതെന്നൊക്കെ നോക്കാം. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ആയിട്ടുണ്ട്. വണ്ടീൻ്റെ വിശേഷം, വണ്ടീനെ പറ്റിയുള്ള ലുക്കൊക്കെ എങ്ങനെയാണ് വരുന്നത്. ആദ്യം ചെറിയ മെയ്ക്കിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആദ്യത്തെ വീഡിയോ എടുത്ത് എല്ലാം റെക്കോർഡ് പ്രശ്നം ഉണ്ടായിരുന്നു, വോളിയം കുറവായിരുന്നു. ഇപ്പോൾ എന്തായാലും മെയ്ക്ക് റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും അഴിച്ച് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ വരുന്ന ഫ്രണ്ടിൽ തന്നെയാണ്, മറ്റേ വണ്ടി പോലെ തന്നെ. ഓരോന്നിനും ഓരോ ലൈറ്റ്. അത് രാത്രി ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഓരോന്ന് എന്തിൻ്റെയാണെന്ന്. പിന്നെ ഫ്രണ്ടിലൊരു CNG ഓട്ടുണ്ട്, കൊച്ചോട്ട് ഉണ്ട്. പിന്നെ സ്മൈലുണ്ട് 5 സ്മൈലുണ്ട്. പിന്നെ 2 പിള്ളേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷനൊക്കെ അങ്ങനെ. നമ്മളിവിടെ നിൽക്കട്ടെ, നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഒരു ഓട്ടം എങ്ങോട്ടാണെന്ന് നമുക്ക് എന്തായാലും നോക്കാം. സീറ്റൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. മറ്റേതിൻ്റെ പോലെയല്ല, വേറൊരു സീറ്റാണ്. കണ്ടോ, വളരെ നീറ്റ് ആൻഡ് ക്ലിയർ വണ്ടിയായിട്ട് കിടക്കുക. പക്ഷെ എന്നാലും ആദ്യം എടുത്ത വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ഒന്ന് ഓളിന് നന്നായിട്ട് കുറവാണ്. അതിനകത്ത് മേക്കിൻ്റെ എന്തോ ഒരു വേരിയേഷൻ ആയിരുന്നു. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ. ഇവിടുന്ന് വരട്ടെ, എന്തായാലും ഇവിടെ നിന്ന് എങ്ങോട്ടോ ഓട്ടോ നോക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അവിടെ നിന്ന് നേരെ നമുക്ക് KCBൻ്റെ ഇങ്ങോട്ടാണ് കിട്ടിയത്. KCBൻ്റെ അവിടുന്ന് നേരെ ഷൗക്കോട്ടപ്പാലം വണ്ടിയിലായിരുന്നു. ഷൗക്കോട്ടപ്പാലം ടേങ്കേരി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ 1, 2, 3ാമത്തെ വണ്ടി. 4 വണ്ടി, ഒരു വണ്ടിയെ പോയി. അടുത്ത 3ാമത്തെ വണ്ടിയാണ്. നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടാന്ന് നോക്കാം. അവിടെ നിന്ന് നേരെ ഷൗക്കോട്ടപ്പാലം സ്റ്റാൻഡിൽ കിട്ടിയ ഓട്ടം. അങ്ങനെ നമുക്ക് ഷൗക്കോട്ടപ്പാലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഓട്ടം കിട്ടിയത് നമുക്ക് ചാത്തനാട് പള്ളീൻ്റെ ഉള്ളിലോട്ടുള്ള വഴി. ഒരു 50 രൂപയുടെ ഓട്ടമായിരുന്നു, ചേട്ടവഴി ഇങ്ങനെ കയറി പോണതാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഷൗക്കോട്ടപ്പാലത്ത് ഇങ്ങോട്ട് കിട്ടും. അതുപോലെ ഷൗക്കോട്ടപ്പാലം കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വണ്ടി പിടിക്കുന്നത് തന്നെ. അവിടെ ഇപ്പോൾ ടേൺ ബുക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ പെർമിറ്റ് നമ്പറാണ് എഴുതിയത്. അപ്പോൾ എൻ്റെ പുറകെ വന്ന വണ്ടിക്കാരൻ പറഞ്ഞ് പെർമിറ്റ് അല്ലേ ഇപ്പം, വണ്ടി നമ്പറാണെന്ന് പറഞ്ഞു. അറിയില്ല, ഓരോ സ്റ്റാൻഡിൽ ഞാൻ പറഞ്ഞില്ല, ഓരോ സ്റ്റാൻഡിൽ ഓരോ രീതിയിലാണ്. ഞാൻ പെർമിറ്റാന്ന് വിചാരിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. എഴുതിയപ്പോൾ വണ്ടീൻ്റെ പെർമിറ്റ് നമ്പറാണ് എഴുതിയത്. ടേൺ കിട്ടി കേട്ടോ, ഓട്ടം കിട്ടി അവിടെ നിന്ന്, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ സ്റ്റാൻഡാണെങ്കിൽ ചിലപ്പോൾ വണ്ടി നമ്പർ ആയിരിക്കാം, ചിലപ്പോൾ പെർമിറ്റ് ആയിരിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കുറച്ചാൾ ഓടുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഓരോ നിയമങ്ങൾ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. സ്റ്റാൻഡിൽ ഓരോ ദിവസങ്ങൾ ഓരോരോ പ്രശ്നങ്ങളല്ലേ, അപ്പോൾ അതനുസരിച്ചാണ് സ്റ്റാൻഡിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. ചാത്തനാണ്ട് ഇവിടെ കിടക്കുക. കറക്റ്റ് വളവിൻ്റെ ഇവിടെ തന്നെ കൊണ്ടൊരു കാറ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. മിടുക്കനാ, കറക്റ്റ് ആ വളവിൽ കൊണ്ടുതന്നെ ഇട്ടിട്ടുണ്ട്. ചെറിയ വണ്ടിയാണ്ട് കുഴപ്പമില്ല, വലിയ വണ്ടിയായിരുന്നു ഇപ്പോൾ മൊത്തം ബ്ലോക്ക് ആക്കി തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് വാങ്ങിയ എന്തായാലും. ചാത്തനാട് ഇവിടെ സ്റ്റാൻഡിൽ വണ്ടി ഇല്ലായിരുന്നു, ഞാൻ പിടിക്കാതിരുന്നതാണ്. ഇപ്പൊ കിടന്നു പോകും. വാങ്ങിക്കുന്ന കേട്ടോ, വൈകുന്നേരമായി. ഇപ്പൊ സ്കൂൾ ടൈമാണ്. ഇപ്പൊ സ്കൂൾ ഏരിയയിലുള്ള സ്റ്റാൻഡുകളിൽ പിടിച്ച് നമുക്ക് വണ്ടി ഓടാം. എന്നാലും നമുക്ക് കളക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ സ്കൂൾ ബേസ് ചെയ്ത് നമുക്ക് ഓടാം. സ്കൂളിന്റെ വാതിക്കുള്ള ഓട്ടോ സ്റ്റാൻഡുകളിൽ നമുക്ക് നോക്കി ഓടി പോവാം. നമുക്ക് ഇനി പോകുന്ന വഴി ഷൗക്കോട്ടപ്പാലം പോയി പിടിക്കണ്ട. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി അവിടെ നിന്ന് ഇപ്പോൾ ഓട്ടം കിട്ടിയാണല്ലോ. നമുക്ക് ഇനി ഗവൺമെന്റ് സ്കോറാ അല്ലെങ്കിൽ ഏതൊരു സ്കൂളിൻ്റെ അവിടെ എല്ലാം സ്റ്റാൻഡിലുണ്ട്, അവിടുത്തെ സ്റ്റാൻഡുകളിലും വേണ്ടാ നോക്കാം. ഓക്കെ, പോകുന്ന വഴി എവിടെയെങ്കിലും ഓട്ടം കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല. ഓക്കെ, പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കോൺവെന്റ് സ്കോർ സ്റ്റാൻഡിലെത്തി. ഇവിടെ വണ്ടി നമ്പറല്ല എഴുതേണ്ടത്, ഇവിടെ പെർമിറ്റ് എഴുതേണ്ടത്. അതായത് നമ്മുടെ ഷൗക്കോട്ടപ്പാലം സ്റ്റാൻഡിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു, സ്റ്റാൻഡിൽ വന്നപ്പോൾ അവിടെ വണ്ടി നമ്പർ എഴുതേണ്ട, ഇവിടെ പെർമിറ്റ് എഴുതേണ്ട. വണ്ടിയില്ല, ഇത് പെർമിറ്റ് എഴുതിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വണ്ടികളുണ്ട്. ഇപ്പോൾ സ്കൂൾ വിട്ട ടൈമാണ്, അത് കൊച്ചിയിലത്തെ സ്കൂൾ വിട്ട ടൈമാണ്. ഇവിടുന്ന് ഫാമിലി പിള്ളേരും ഒന്നെങ്കിൽ തള്ളയും അല്ലെങ്കിൽ പിള്ളേരും അച്ഛനൊക്കെ ആയിട്ട് വരുന്ന ഓട്ടോ കയറാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിൽക്കാൻ എന്തായാലും എന്താണ് ഫയർ എഞ്ചിൻ വണ്ടി വരുന്നല്ലോ, എന്താ നോക്കട്ടെ. ഒരു വണ്ടി വരുന്നുണ്ട്, ഫയർ എഞ്ചിൻ. എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവിടെ വയ്ക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അല്ല അടുത്ത് എങ്ങോട്ടാണെന്നുള്ള വിശേഷം പറയാം. ഇങ്ങനെ ഓരോ സ്റ്റാൻഡിലെ വിശേഷങ്ങൾ കാണിച്ച് ജസ്റ്റ് ഒന്ന് പോകാം. ഓക്കെ, ഗവൺമെന്റ് സ്കോർ സ്റ്റാൻഡിൽ ഓട്ടം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട്, പച്ചക്കറി കടയുമാണ്, പിന്നെ ഒരു കഫയുണ്ട്, പിന്നെ സ്കൂളുണ്ട്. ഈ സമയത്ത് ഇവിടെ നിന്നൊക്കെ ഓട്ടം വരും. അപ്പോൾ നമ്മൾ ഇറങ്ങി ഇന്ന് ഓട്ടം നോക്കണം, എന്നാലേ നമുക്ക് ഓട്ടം കിട്ടത്തുള്ളൂ. അല്ല ഓടി വരുന്ന വണ്ടി ഓട്ടം എടുത്തുകൊണ്ട് പോകും. നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കുവാണ് ഓട്ടം നോക്കി. എന്തായാലും ഓട്ടം വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിക്ക് സെറ്റ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ കാണാതിരിക്കാണ്ട് ഞാൻ മറ്റേ കാർഡ് വെച്ചിരിക്കുകയാണ്. സ്വിച്ചെല്ലാം ഇതാണ് വരുന്നത്. അതിന് നൈറ്റ് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ സെറ്റ് വരുന്നത് ഇതിനകത്താണ്. അയ്യോ, നിൽക്കട്ടെ. പിന്നെ
വണ്ടി ഓടിച്ചിട്ട് ഇച്ചിരി ബ്രേക്ക് കുറവ് പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടുന്നില്ല എന്നുള്ള പോലെ. ഈ വണ്ടിക്കാണെങ്കിൽ ഈ വണ്ടിയുടെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ. ബ്രേക്ക് ഷോർട്സ് അല്ല, ഇതിനു മുമ്പ് ഒരു വ്ളോഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഓട്ടം കൊണ്ടുപോകുന്ന ഷോറൂമിൽ. അതിനകത്ത് ഈ വണ്ടിയെ കുറിച്ചുള്ള ഉണ്ടായിരുന്നു. ഈ വണ്ടീൻ്റെ ഇപ്പോൾ ഇതിനകത്ത് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് നിങ്ങൾക്ക്. ഒന്നേ ഇത് കണ്ടോ, ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം ഈ വണ്ടീൻ്റെയാണ്. ഈ വണ്ടീൻ്റെ മാറിയത് ഇതെല്ലാം ഇപ്പോഴും. പക്ഷേ വണ്ടിക്ക് ബ്രേക്ക് ഇച്ചിരി കുറവ് കാണിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. വണ്ടി ഓടുന്ന ആളത്ത് എന്തായാലും ഒന്ന് പറയാം. എനിക്ക് വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഫീലായി. ഇനിയിപ്പം പുള്ളിക്കും അങ്ങനെ തന്നെയാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ മെക്കാനിക്ക് ഇവിടെ ഇല്ലെന്നുള്ളതാണ്. ബജാജിൻ്റെ CNG ഷോറൂമിലുണ്ട്, പുറത്ത് ഇച്ചിരി പാടാണ്. CNG വണ്ടിക്കായി പുതിയ മോഡലല്ലേ, ഇറങ്ങി തുടങ്ങിയതേ ഉള്ളല്ലോ. അങ്ങനെയല്ല, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ്. ബ്രേക്കിൻ്റെ ഒന്നും കൂടെ നമുക്ക് സെറ്റ് ആക്കണം. ബ്രേക്കില്ലാത്ത പോലെ ഫീലാവുന്നു. ഇവിടെ നിൽക്കാം, വരട്ടെ എന്തെങ്കിലും ഓട്ടം, അടുത്ത ഓട്ടം. എനിക്കും കിട്ടി അവിടെ നിന്ന് ഓട്ടം. കറുത്താളിപ്പാലത്തിൻ്റെ അങ്ങോട്ടാണ് ഗൈസ് ഓട്ടം കിട്ടിയത്. അതൊരു 30 രൂപയുടെ ഓട്ടമായിരുന്നു. 40 രൂപ മേടിക്കായിരുന്നു. ഇടവഴി കയറ്റി വീടിൻ്റെ അവിടം വരെ കൊണ്ടുപോയി. 30 പറഞ്ഞുള്ളൂ, കുഴപ്പമില്ല. ടീച്ചറാണ്ടേ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മളിപ്പം മാമനെ അടിച്ചോടത്തിന് ഇവിടെ ഇപ്പോൾ ചായ കുടിക്കേണ്ടി വന്നു. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. എന്ത് ചെയ്യും, ചായ എന്തായാലും കുടിക്കാം. ചായ കുടിച്ചിട്ട് പോയി, ഇവിടം വരെ വന്നേ, ഓട്ടം കിട്ടി വന്നതല്ലേ. എന്തായാലും ചായ കുടിച്ചിട്ട് പിടിപാടാകാം. അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബീച്ച് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. ടേൺ ബുക്കിൽ ട്രെയിൻ എഴുതിയില്ല, നോക്കട്ടെ എന്തായാലും. ഇവിടുന്ന് ട്രെയിൻ എടുക്കണ വേണ്ടതെന്നുള്ള ഇങ്ങനെ ആലോചനയാണ്. ബീച്ചിൽ ആൾ കുറവാണ്. എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി ഇവിടുത്തെ അന്തരീക്ഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാം. ഓക്കെ, ഇതേ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി. ഇത് നമ്മുടെ അച്ചുവിൻ്റെ വണ്ടി, പെട്രോൾ വണ്ടിയാണ്. കോളപ്പനായിട്ട് പണിതിട്ടിരിക്കുന്ന വണ്ടിയാണ്. കണ്ട, മോഡലൊക്കെ 2009 മോഡൽ വണ്ടിയാണ്. വണ്ടീൻ്റെ കിടപ്പ് കണ്ട, നല്ല രസമല്ലേ കാണാൻ. ഫ്ലെക്സിങ് വർക്കൊക്കെ തന്നെ എഴുതിയ. പിന്നെ ഉള്ള ഫസ്റ്റ് സെക്കൻഡ് വണ്ടിയും രണ്ടും CNG ആണ്. ഒരു CNG ഇവിടെ, ഒരു CNG ഇവിടെ. പിന്നെ അവിടെ ഒരു CNG ഇങ്ങനെ. ബാക്കിയുള്ള വണ്ടി അപ്പുറത്തേക്ക് വെയിൽ വന്നപ്പോഴാണ്ട് ഇട്ടേന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് നോക്കൂ, എങ്ങനെയുണ്ടെന്ന് ഓട്ടാ കണ്ട്. ജീവിതം വഴിയാധാരമാണ്. അതെ, മടുപ്പാണ്. കപ്പലമ്മ മതി, കപ്പലണ്ടി അടിക്കുന്നെങ്കിൽ നടക്കട്ടെ അല്ലേ. അല്ലേ നോക്കൂ, കുക്കൂന് എന്താണ് പറയാനുള്ളത്? അതെ, കപ്പലണ്ടി അടിച്ചിരിക്കാം. അതെ, ഓട്ടോ ആയില്ല, ഓട്ടം ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിടിക്കാം. ഇവിടെ നിന്നോട്ട് കുറച്ചാൽ നിന്നോട്ട് നോക്കിയിട്ട് വേറെ ഏതെങ്കിലും സ്റ്റാൻഡിൽ പിടിക്കാം. ഇവിടെ എന്തായാലും ഇടാൻ നിൽക്കുന്നില്ല, ബീച്ചിൽ ആൾ കുറവാണ്. മഴ തുടങ്ങി. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിൽക്കുന്നില്ല. അടുത്ത സ്റ്റാൻഡിലോട്ട് നമുക്ക് ലക്ഷ്യം വെച്ച് പോവാം. എല്ലാവരും ബീച്ചിൽ നേരെ ഓടി വരിക. നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി പിടിക്കാൻ നോക്കാം. വണ്ടിയിൽ അതിന് മുമ്പ് കർട്ടനും കൂടി ഇട്ടേക്കാം. ഓക്കെ, മഴ പെയ്ത് മക്കളെ നല്ല രീതിയിലായി കേട്ടോ മഴ. സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്ത് 2 കറക്കം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാം. ആരെങ്കിലുമൊക്കെ ഓട്ടം വിളിച്ചാലാ വിചാരിച്ചാണ് സ്റ്റാൻഡിൽ ഇറങ്ങിയത്. സ്റ്റാൻഡിൽ ഏറ്റവും പുറയിലെ വണ്ടിയില്ലായിരുന്നു. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓടുന്നത്. കാറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് ബീച്ചിൽ നിന്ന് വെറുതെ കിടന്ന് ഓടിയപ്പോൾ ഒരു 30 രൂപയുടെ ഓട്ടം കിട്ടി. നമ്മുടെ മാളിമുക്ക് പടിഞ്ഞാറുന്നുള്ള സ്ഥലം, അതായത് അവിടെ നിന്ന് തീരദേശ റോഡ് തന്നെ, അവിടെ നിന്ന് ഓട്ടം കിട്ടി. ഇപ്പോഴത്തെ വന്നപ്പോൾ ഗേറ്റ് അടവും കിട്ടി. മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം എന്നറിയില്ല. എന്തായാലും മാളിമുക്ക് സ്റ്റാൻഡ് വഴി ഒന്ന് കറങ്ങി എന്തായാലും നോക്കാം. എവിടെന്നെങ്കിലും ഓട്ടോ ആരെങ്കിലും കൈ കാണിക്കുന്നുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് ടിക്കറ്റ് ഇടാം. പിന്നെ മെയിൻ ടൗണിലോട്ട് വണ്ടി കയറിയിട്ടില്ല. അങ്ങോട്ട് എനിക്കൊരു ഓട്ടം കിട്ടിയിട്ട് അങ്ങോട്ട് കയറാമെന്നുള്ള ധാരണയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും നോക്കട്ടെ, മാളിമുക്ക് സ്റ്റാൻഡിൽ വണ്ടിയില്ലെങ്കിൽ അവിടെ കയറിയിടാം. വെയിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ടി നമ്മുടെ അപ്പൂട്ടനാണ്. ഓട്ടോറിക്ഷക്കാരൻ അപ്പൂട്ടാ, എന്തുണ്ട് വിശേഷം? എന്തുണ്ട് മൊബൈലിൽ എന്തുവാ? ഞാൻ ബീച്ചിൽ നിന്ന് എനിക്കൊരു മാളിയൊക്കെ ഒരു ഓട്ടം കിട്ടി. സ്റ്റാൻഡിൽ നിന്നല്ല, കാലിക്കെടുത്തോണ്ട് പോയപ്പോൾ ഒരു ഓട്ടം കിട്ടി. കൗട്ടയല്ല, അവിടെ അപ്പുറത്തെ സ്റ്റാൻഡ് വണ്ടിയില്ലായിരുന്നു. അല്ല, അതാ കഴിഞ്ഞിട്ട് 41ാമത്തെ ഫില്ലർ നമ്പറിൻ്റെ അവിടെ നിന്നാ
41 ഫില്ലർ നമ്പർ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് അറിയുമോ? നമ്മുടെ കടപ്രാശുപത്രിയിലെ സ്റ്റാൻഡിൻ്റെ പരിധിയിൽ വരും. ആ വളവൻ്റെ ഇവിടുന്ന് ഓട്ടം കിട്ടി. അവിടെ കുറച്ചു നേരം കിടന്നു, റാമിൻ്റെ അവിടെ കുറച്ചു നേരം കിടന്നു പോയെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ജൂബിലി റോഡിൻ്റെ അകത്തോട്ടാണ് ഓട്ടം കിട്ടിയത്. ഒരു 30 രൂപയുടെ ഓട്ടം, കിട്ടുന്ന ഓട്ടമെല്ലാം 30-50 ആണ്. ഇന്ന് പറയാൻ മാത്രമുള്ള വലിയ ഓട്ടമൊന്നും ഇല്ല ഇന്ന്. കുഴപ്പമില്ല, നമുക്കിങ്ങനെ പയ്യൊരു ഓളത്തിൽ നിൽക്കാം, സമയമുണ്ടല്ലോ. അപ്പം ഇച്ചിരി ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ലൈറ്റൊക്കെ ഇടാം ഓട്ടോൻ്റെ. ഇതിനകത്ത് ഓട്ടോൻ്റെ ലൈറ്റ് എന്ന് പറയുമ്പം മറ്റേ ഇതിനു മുമ്പ് വേറൊരു വണ്ടി ഞാൻ ഓടിയിട്ടില്ല, എൻ്റെ സഖി പറഞ്ഞത് ഇതേപോലത്തെ സെയിം CNG വണ്ടീൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് തൊട്ട് മുമ്പായിട്ട്. അതൊരു 2 ആഴ്ചക്ക് മുമ്പാണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റ് വർക്കും ഇതിൻ്റെ ലൈറ്റ് വർക്ക് തമ്മിൽ വ്യത്യാസം ഒത്തിരി ഉണ്ട്. മറ്റേ അതിനകത്ത് വരെ ഒട്ടിക്കുന്ന ടൈപ്പാണ് ലൈറ്റ് വരുന്നത്, അതൊരു സിമ്പിൾ ടൈപ്പാണ്ടാ ഇങ്ങനത്തെ ലൈറ്റ് ആയിരുന്നു. ഉണ്ടാവോ വീഡിയോയിൽ അത്രയും കുമ്പ് കാണത്തില്ല, ഒത്തിരി വെട്ടവും ഇല്ല, എന്നാൽ നല്ല കുഴപ്പവും ഇല്ല, നല്ല രസവും ഉണ്ട്. അങ്ങനെയാണ്. വെട്ടം വേണ്ട, ബാക്കിൽ ലൈറ്റ് മാത്രം കിടക്കട്ടെ, 3 മാത്രം കിടക്കട്ടെ, അങ്ങനെ കിടക്കട്ടെ. മറ്റേന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വെട്ടമാണ്, അത് അതിൻ്റെ ലൈറ്റ് അനുസരിച്ചുള്ള വ്യത്യാസം കാണിക്കുന്നതാണ്. നമുക്കിനി ഏതെങ്കിലും സ്റ്റാൻഡ് നോക്കണം, ഏതെങ്കിലും സ്റ്റാൻഡിൽ കൊണ്ട് വണ്ടി വേണം. ഓക്കെ, ഇനി അങ്ങോട്ട് പോകും, ഏതെങ്കിലും സ്റ്റാൻഡിൽ നോക്കി വണ്ടി ഇടാം. തിരിഞ്ഞ് നമ്മളിപ്പോൾ മുല്ലക്കലെത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫോണിൽ കോള് വന്ന്, മുല്ലക്കലെന്ന് വെച്ചാൽ ചില്ലറ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുക, ഫോണിൽ കോള് വന്ന്. ഇപ്പം നമ്മുടെ കമ്പനി വണ്ടി ഉണ്ടല്ലോ, ടാറ്റ XL, ആ വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയിരിക്കാൻ. എൻ്റെ ചെറിയൊരു സാധനം സ്പെയർ പാർട്സ് ഇവിടുന്ന് മേടിക്കണം, ഇവിടുന്ന് മേടിച്ചിട്ട് എന്തായാലും പോവാം, വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുക. അതിന് വേണ്ടി ഇപ്പോൾ വന്നതാണ്. ഇപ്പോൾ എന്തായാലും ആ സാധനം മേടിച്ചിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് എന്തായാലും ഓട്ടോറിക്ഷ വിശേഷങ്ങളൊന്നും ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കിക്കൊണ്ട് പോകുന്നില്ല. എനിക്ക് നാളെ മറ്റന്നാളൊക്കെ വർക്കുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോൾ തന്നെ സമയം ഇപ്പോൾ ഏകദേശം 7:30 ആയി. നേരത്തെ പോയി വീട്ടിൽ പോയി കിടക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും സാധനം മേടിച്ച് അവിടെ കൊണ്ട് ഏതായാലും കൊടുക്കാം. ഓക്കെ, കമോൺ, അത് മേടിക്കാം. സാധനം എടുത്തിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇത് സാധനം കൊണ്ട് കൊടുക്കാം. കൊടുത്തിട്ട് വണ്ടീൻ്റെ പണി വിളമ്പരായി നോക്കണം. ഒന്നെങ്കിൽ ഇന്ന് രാത്രി പോവും തൃശ്ശൂർ, അല്ലെങ്കിൽ നാളെ പോവും തൃശ്ശൂർ, അങ്ങനെയാണ് നിൽക്കുന്നത്. തൃശ്ശൂരാണ് പണി കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇത് കൊടുക്കാം. എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഒരുപാട് വിശേഷങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഒതുക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓട്ടോറിക്ഷ വിശേഷങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിൽ ഇട്ട് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ പോയി കിടക്കണം. രാവിലെയാണോ ഇനിയിപ്പം വണ്ടി റെഡിയായി കിട്ടിയത് ഉടനെ നമ്മൾ ഓടാറങ്ങും. ഇനി വെളുപ്പിനെയാണോ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും നേരത്തെ എന്തായാലും കിടക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ.